ഹായ് ഫ്രണ്ട്സ്, എം ആർ ലാൽ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മന്തി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അതിൽ എണ്ണ കൂടുതലാണെന്ന് വെച്ച് കഴിക്കാതിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ വരൂ, ഓയിൽ ഫ്രീ ആയിട്ടൊരു മന്തി നമുക്ക് ഉണ്ടാക്കിയാലോ? അതെ, നമുക്കിന്നൊരു റെസിപ്പി വീഡിയോ ആണ്. അതും ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു മന്തിയുടെ റെസിപ്പി. 3 കിലോ അരി വെച്ചുള്ള മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ കണ്ട ഒരു അത്യാവശ്യം വലിയൊരു കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്പൈസസ് ഗ്രാമ്പു, ഏലക്ക, പട്ട, സ്റ്റാർ, നമ്മുടെ വലിയ ജീരകം, പിന്നെ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്പൈസസ് ആയിട്ട് എക്സ്ട്രാ ചേർക്കുന്നത് 2 നാരങ്ങ, ഉണക്ക നാരങ്ങയും ബേ ലീഫുമാണ് കേട്ടോ. ഇനി നമുക്ക് മന്തിക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് എല്ലാം അവിടെ പൊടിച്ചിട്ടെടുക്കാം. സ്പൈസസ് നേരത്തെ പറഞ്ഞത് തന്നെ: ഗ്രാമ്പു, ഏലക്ക, പട്ട, സ്റ്റാർ, പിന്നെ വലിയ ജീരകം, ബേ ലീഫ്. ഇത്രയും ഇട്ടതിന് ശേഷം അതിലേക്ക് പിന്നെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് മല്ലിയാണ് കേട്ടോ. മല്ലി ഒരു 3 സ്പൂൺ ചേർത്ത് കൊടുത്തു. നമ്മൾ ഉണക്കനാരങ്ങ ഒന്ന് പൊടിച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ മിക്സിയിൽ പൊടിച്ചെടുക്കാനുള്ള എളുപ്പത്തിനാണ് പൊടിച്ചിട്ട് വറുത്തെടുക്കുന്നത്. ഇതെല്ലാം അവിടെ നല്ലപോലെ ഒന്ന് വറുത്ത് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. 3 കിലോ റൈസിന് 3 കിലോ ചിക്കൻ തന്നെയാണ് എടുത്ത് വെച്ചേക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും, ഒരു 4 സവാളയും 2 ക്യാപ്സിക്കുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കതിലേക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 മാഗി ക്യൂബാണ് കേട്ടോ, 3 കിലോ ചിക്കന് 3 മാഗി ക്യൂബാണ് ചേർത്ത് കൊടുത്തത്. വേണമെങ്കിൽ 1-2 ചേർക്കാം, അവരവരുടെ ടേസ്റ്റിനനുസരിച്ച്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈകൊണ്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സമയത്ത് എണ്ണ ചേർക്കും, സൺഫ്ലവർ ഓയിൽ ചേർക്കും. നമ്മളത് ഒട്ടും യൂസ് ചെയ്തിട്ടില്ല. എണ്ണ യൂസ് ചെയ്തായാതാണ് കേട്ടോ നമ്മളത് എടുക്കുന്നത്. മല്ലിയിലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. മല്ലിയില അവരവരുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ. എണ്ണ പ്രശ്നമില്ലാത്തവർക്ക് ഈ സമയത്ത് എണ്ണയും കൂടെ ചേർത്തിട്ടാണ് ഈ ചിക്കൻ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കേണ്ടത്. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ചിക്കൻ്റെ വെള്ളം തന്നെ ഊർന്നിറങ്ങിയാണ് ഇത് വേവേണ്ടത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണമേ. അപ്പോഴേക്കും നമ്മൾ വെള്ളം വെച്ചത് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോയ്ക്ക് ഒരു 2-3 മാസം പഴക്കമുള്ളതാണ്. ചിറ്റുമല ഉത്സവത്തിൻ്റെ അന്നത്തെ ദിവസം എടുത്ത വീഡിയോ ആണ്, അതായത് മാർച്ച് 31-ന്. ഇതിനകത്ത് ഈ സമയം നമ്മൾ ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിക്കകത്തോട്ട്. ഇതിനകത്ത് മൊത്തം നമ്മൾ 50 ഗ്രാം നെയ്യാണ് ചേർക്കുന്നത്. അതിൻ്റെ പകുതിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ചിക്കനകത്ത് മസാല മിക്സ് ചെയ്ത സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചേർത്തിട്ട് ഒരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുവാണേ. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്, അരിയും വെന്തിട്ടുണ്ട്. വെന്ത ചിക്കൻ്റെ പുറത്തേക്ക് നമുക്ക് ആ ചോറിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കൻ വെന്ത സമയത്ത് അതിനകത്തുനിന്ന് കുറച്ച് ഗ്രേവി, അതായത് ഒരു കപ്പിലേക്ക് കുറച്ച് ഗ്രേവി എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അത് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു മാറ്റുന്ന സമയത്ത്. ഇനി അത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ചിക്കൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് അടുപ്പിൽ തീയുടെ കനൽ മാത്രം മതി കേട്ടോ. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളർ റെഡ് കളറാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. മഞ്ഞയ്ക്ക് മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഈ കളർ ചേർക്കുന്നത് തികച്ചും ഓപ്ഷണലാണ്, ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നേ ഉള്ളേ. അതിന് നേരത്തെ നമ്മൾ ബാക്കി വെച്ചിരുന്ന നെയ്യ് ഉണ്ടല്ലോ, ആ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആകപ്പാടെ ഇതിലേക്ക് 50 ഗ്രാം നെയ്യ് മാത്രമാണ് ഈ 3 കിലോയുടെ റെസിപ്പിയിൽ നമ്മൾ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം. ഈ സമയത്ത് രമ്യക്കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ പച്ചമുളക് എന്തിനാണ് ഇങ്ങനെ വെക്കുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എല്ലാവരും വെക്കുന്നു, ഞാനും വെക്കുന്നു, അത്രേ എനിക്ക് അറിയത്തുള്ളൂ എന്ന്. പക്ഷേ നമ്മൾ ഫൈനലായിട്ട് ഇത് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുന്നത്. ഈ റൈസിൻ്റെ ഈ മന്തിയുടെ ടേസ്റ്റ് എല്ലാം ഈ പച്ചമുളകിലോട്ട് ചേർന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പച്ചമുളക് പിന്നെ കഴിക്കാനായിട്ട്. ഇനി നമുക്ക് കറക്റ്റ് ആ ഹോട്ടലിലൊക്കെ കിട്ടുന്ന മന്തിയുടെ ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് നടുക്കോട്ടൊരു കുഴി കുഴിച്ച് ബൗളിൽ കുറച്ച് കനലെടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. പെട്ടെന്ന് എണ്ണ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് നമുക്കിങ്ങനെ മൂടി വെച്ച് കൊടുക്കണം. മൂടി വെച്ച് കൊടുത്തിട്ട് അടുപ്പിൽ കനൽ കിടപ്പുണ്ട്. ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരിക്കണം. പിന്നാണ് നമുക്ക് തുറന്ന് നോക്കേണ്ടത്. അപ്പോഴത്തേക്ക് നമുക്ക് മന്തിയുടെ കൂടെയുള്ള തക്കാളി ചട്നി റെഡിയാക്കാനായിട്ട് 2 സവാളയും 2 തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി അതിലേക്ക് 1 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഈ വിനാഗിരി ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴാട്ടോ ഇതിൻ്റെ ടേസ്റ്റും കളറും ഒക്കെ മാറുന്നത്. നമ്മുടെ തക്കാളി അധികം പഴുക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഈ തക്കാളി ചട്നിക്ക് അധികം ചുമന്ന കളറില്ലാത്തത്. ഇനി മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി, 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ, കുറച്ച് ഉപ്പും ചേർത്ത് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ കുറച്ച് ചേർത്തുകൊണ്ട് കുറച്ച് തിക്കായിട്ട് കേട്ടോ ഇരിക്കുന്നത്. മയോണൈസ് കുറച്ചുകൂടി ലൂസ് ആവണമെങ്കിൽ കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ചേർത്താൽ മതിയേ. ഇങ്ങനെ മന്തി നല്ല വൃത്തിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
ചെയ്ത് റൈസും ചിക്കനും 2 പാത്രത്തിലായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു മന്തിയുടെ കളർ വരും. ഈ ഒരു കളർ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആ ഗ്രേവി ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ഓയിൽ ചേർത്തില്ല എന്ന് വെച്ച് മന്തിയുടെ ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല. നല്ല സൂപ്പർ ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. പുതിയ വീഡിയോ ആയിട്ട് എത്താം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.